പിന്നെ താനല്ലോ രാവിലെ രാഹുലിന്റെ ചേട്ടനാണ് ദുബായിൽ നിന്നാ വന്നേ ഹാപ്പി ഓണം എന്നൊക്കെ പറഞ്ഞേ. അത് എന്റെ അനിയന്റെ ഫ്രണ്ട് രാഹുൽ ഞാനും ദുബായിലെ ജോലി ചെയ്യുന്നത്. പിന്നെ ഓണമൊക്കെ അല്ലേ, ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയാൻ പറ്റല്ലോ. പിന്നെ താനെന്തിനാ ഇങ്ങോട്ട് കയറി വന്നേ? അത് പിന്നെ ഞാൻ അതുവഴി വെറുതെ ഇങ്ങനെ പോകുന്ന വഴിക്ക് ചെണ്ടമേളം ഓണാഘോഷം കണ്ട് പഴയ നൊസ്റ്റാൾജി അടിച്ചൊന്ന് കയറിയതാ. സസ്പെക്ട് നമ്പർ 2 നൊക്ലാസിയ. അല്ല സാർ ദുബായിൽ എവിടെ? ഷവർമയിലും അല്ല ഷാർജയിലും. ഷാർജയിൽ എന്താ പണി? ഷെയ്ക്ക. ഓഹോ ഷാർജ ഷേക്ക്. എവിടുന്നാ ഷവർമയും വേണമെങ്കിൽ ഷേക്കും കുടിച്ചിട്ട് വന്നേക്കോ മാല പിടിക്കാൻ. ഇവൻ തന്നെ കള്ളൻ. ഞാൻ കല്ലെന്നില്ല, തപ്പി നോക്കിയോ മാറിക്കണം. പ്രവാസിക്ക് നാട്ടിൽ വന്ന് ഓണം ഉണ്ടാൻ പറ്റുന്ന പറഞ്ഞാൽ ദുബായിൽ അങ്ങനെ തല വെട്ടിയാണ്. ഞാൻ പറഞ്ഞില്ല ഒന്നുമില്ലെന്ന്. കണ്ടല്ലോ കാണാതെ പോയ മാല കണ്ടല്ലോ, കണ്ടില്ലടാ മലിക്കുണം ചേട്ടന്റെ കടലെ ഊറ വിഗ്. പ്രകാശനോട് അവന്റെ കളി. ആ മാല ഇട്, കൊച്ചിനോട്. ഇതൊക്കെ സൂക്ഷിക്കണ്ടേ മോളെ, ഇത് പങ്കളുടെ തലയിലായില്ലേ. സാരല്ലേട്ടാ. അല്ല എന്താ കൊണ്ടോട്ട് ഇരിക്കുക? പിടിച്ചേട്ടി സ്റ്റേഷനിൽ കൊണ്ടു മനോജ പിന്നെ സ്റ്റേഷനിൽ കൊണ്ടു പോയവനെ. പിന്നെ നിങ്ങൾ പെട്ടെന്ന് പറഞ്ഞു കേട്ടോ, നിങ്ങൾ വന്നിട്ട് ഞാൻ സദ്യ ഞങ്ങളോട് വരും. എന്നാ പിന്നെ ഉണ്ടിട്ട് പോലെ ഗ്യാസ് കയറും. അത് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ അറിയും. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? പിള്ളേർക്ക് ചെറിയ തെറ്റിദ്ധാരണ പോലെ സംഭവിച്ചാണ്, ക്ഷമിക്കണം. അതൊന്നും കുഴപ്പമില്ല. ഇവരെക്കാർ ഒരു തെറ്റൊന്നുമല്ലോ, അത് വിവരമുള്ള നമ്മൾ വേണ്ട ക്ഷമിക്കാൻ. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. പൊക്കോ പോയി കളിച്ചോ. കിട്ടിയല്ലോ. അതെ ബാക്കി പരിപാടികൾ കണ്ടിന്യൂ ചെയ്യണ്ടേ? ബാബാ എല്ലാവരും വന്നേ, വാ കൂട്ടാ. സോറി മുണ്ടഴിഞ്ഞ അവസ്ഥയാണ്. ചത്തുപോയാ നിങ്ങൾ ഡെസ്പാവല്ലേ, നമുക്ക് സദ്യ കഴിക്കാം. എന്റെ സ്പെഷ്യൽ പായസമൊക്കെ ഉണ്ട്. എന്നാ പിന്നെ അത് കുടിച്ച് ചാവാം അല്ലേ? മര്യാദയ്ക്ക് അവൻ വിളിച്ച പലവട്ടം പോയാൽ മതിയായിരുന്നു. എടാ ഇത്രയിലേക്ക് പോരെ, അവിടെ ഓണപ്പരിപാടിയൊക്കെ കഴിയാറായിട്ടാ. നമുക്ക് പോയിട്ട് പിന്നെ ഒന്ന് കുറിച്ചാലേ ഓണസദ്യക്കാം. ഇത്രയല്ലൊന്നും പോരാ. ഈ കുമാരേട്ട പറഞ്ഞ എനിക്ക് പരിചയമുള്ള 3-4 വാഴയുണ്ട്. നീ എന്താണ് കാണിക്കണം? നമുക്ക് അവരോട് ചോദിച്ചിട്ട് അറിയാൻ പോരെ. ആരോട് ചോദിക്കാൻ? ചോദിക്കേണ്ട ആവശ്യമില്ല, അവർക്കൂടെ വേണ്ടിട്ടല്ലേ. ഇടക്കിര വേണു ഒന്ന് വാടാ ദുബായിക്കാരാ. ചേട്ടാ ഞാൻ പറഞ്ഞു ഒന്ന് വിശ്വസിക്കും, ഇതൊരു മോഷണമല്ല, ഒരു നേർച്ചയാ. നേർച്ചയോ? ചേട്ടാ അമ്മമാരല്ലേ, അവിടെ എന്താ പ്രശ്നം നടക്കണ്ടല്ലോ. വണ്ടി ഒതുക്കി. എന്താണ് പ്രശ്നം? എടാ ഞങ്ങളുടെ ഡീസലായിട്ട് വാഴലോട്ടം വന്നപ്പോഴേ ഈ കള്ളം നമ്മുടെ കുമാരേട്ട ജനന്റെ കമ്പി ഇറക്കണേ. എടാ ഉണ്ണി ആ നേരത്തെ മുടങ്ങി എന്നെ പിന്നെ മുക്കി. എടാ അച്ചപ്പന്റെ പഴം ഒന്നുകൂടെ കിട്ടൂടാ. ഇവനേതാ നമ്മുടെ കൂപ്പിച്ചേണ്ട കൊച്ചിന്റെ മാല മുടിച്ചാണ്. എനിക്ക് അറിയത്തില്ല കേട്ടോ. ഒരു കാര്യം ചെയ്യ്, ഞങ്ങൾ എന്തായാലും ഇവനെ കൊണ്ട് സ്റ്റേഷനിൽ പോവാം. ഇവനെ കൂടി ഡ്രോപ്പ് ചെയ്യാം. കേരള വണ്ടിയില് പോലീസ് സ്റ്റേഷൻ കൊണ്ടുവിടാം. പ്രകാശം പറയട്ടെ എല്ലാം ചെയ്ത്. എന്താണ് പ്രകാശിന്റെ പ്ലാൻ? പറയാം.